തിരുനാവായിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെയും ക്രമീകരണങ്ങൾ എത്രത്തോളമാണ്, ഭക്തജന തിരക്ക് എത്രത്തോളമാണ്? സുപ്രഭാതം. ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കടകൾ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ, പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയ ഒരു ജനപങ്കാളിത്തം തന്നെ, വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിൽ പ്രസിദ്ധമാണ് ഈ ത്രിമൂർത്തി സംഗമസ്ഥാനമായ നാവാമുകുന്ദ ക്ഷേത്രം. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ ആളുകൾ എത്തുന്നത് അത്തരത്തിൽ പതിവ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അധികൃതർ ഒരുക്കിയതാണ്. 1,00,000-ഓളം ആളുകളാണ് ഈ ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷ, ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ സ്നാനത്തിനായി എത്തുന്ന ആ ഭാഗത്ത് കൃത്യമായി വടമൊക്കെ കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെയൊക്കെ സംവിധാനം അവിടെ കൃത്യമായി തന്നെ ക്രമീകരിച്ചിട്ടുമുണ്ട്. വലിയ രീതിയിലൊരു ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 2:30 തന്നെയാണ് ഈ പിതൃമോക്ഷത്തിനായുള്ള ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ വലിയ നിരയായി തന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ തുടങ്ങുന്ന വലിയ ക്യൂ ഈ ക്ഷേത്രക്കടവിലേക്ക് എത്താൻ കാണാൻ സാധിക്കും. അത്തരത്തിൽ പിതൃമോക്ഷത്തിനായി മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ചടങ്ങുകളാണ് കർക്കടക മാസത്തിൽ. അത്തരത്തിൽ ഒരു ക്രമീകരണമാണ് കർക്കടക മാസത്തിലാകെ തന്നെ കടന്നു പോകുന്നത്. ആ ദിവസമാണ് ഈ കർക്കടക വാവിന്റെ പ്രാധാന്യം എന്ന് നമുക്കറിയാം. എന്തായാലും തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്? പുലർച്ചെ 2 മണി മുതലാണ് ഇവിടെ ബലികർമ്മങ്ങൾ തുടങ്ങിയത്. ഏകദേശം 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലികർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വന്നാലും എന്നാലും നല്ല ജനത്തിരക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും നല്ല ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നു. കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ആളും വരാനുള്ള ഉദ്ദേശങ്ങളാണ്. അതേ മോത്തി, അത്തരത്തിൽ കൂടുതൽ ഭക്തജനങ്ങളെ തന്നെ, കൂടുതൽ വിശ്വാസികളെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരുനാവായിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മഴയുണ്ട് എങ്കിലും ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ്. ഇനിയും കൂടുതൽ പേരെത്തും, അതിനനുസരിച്ചുള്ള ക്രമീകരണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബലിതർപ്പണ ചടങ്ങുകൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്.